പടമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയോടെ വന്ന പടമാണ്. ഇത്രയും നല്ലതായിരിക്കും വിചാരിച്ചില്ല. മേക്കിങ്ങുകൾ ഉഗ്രനാണ്. ലിജോസ് ഫിലിപ്സിൻ്റെ പടം പോലെ ഇരിക്കും. ഇത് വലിയൊരു ഹിറ്റായിരിക്കും. മഞ്ഞുമൽ ബോയ്സ് വലിയൊരു ഹിറ്റായിരിക്കും. BGM നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ലതും പോകും. ഒരിക്കലും വിചാരിച്ചില്ല. ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. എല്ലാവരും തന്നെ പെർഫോം ചെമ്പൻ വിനോദ് തകർത്തിട്ടുണ്ട്, മണികണ്ഠ ആചാര്യ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പോരായ്മ ഞാൻ കാണുന്നില്ല. ഒരാൾ നെഗറ്റീവ് കൊടുക്കില്ല. കുറച്ചുകൂടി മാർക്കറ്റ് ചെയ്താൽ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റാവേണ്ട പടമാണ്. ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഡയറക്ഷൻ ഭയങ്കര ബ്രില്യൻ്റായിട്ടുണ്ട്. ലുക്മാനൊക്കെ മുന്നേ ചെയ്ത ക്യാരക്ടറിൽ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും വിചാരിക്കില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തെന്നുള്ളത്. ലുക്മാൻ്റെ ക്യാരക്ടർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ ചേട്ടൻ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ബ്രില്യൻ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടറും ഗില്ലാപ്പികളുടെ റോൾ ചെയ്ത 2 ക്യാരക്ടേഴ്സ് ഭയങ്കര നൈസായിട്ട് ആ ക്യാരക്ടറൊക്കെ പടം ഓവറോൾ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. എക്സ്പീരിയൻസും എന്താ പറയുക, ആർട്ടിസ്റ്റായിട്ട് ഞാൻ അഭിനയിച്ചതിന് ശേഷം ഓവറോൾ ഞാൻ സിനിമ കാണുന്ന എന്നാണ്. അപ്പം എനിക്കും പ്രേക്ഷകരെ പോലെ തന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓവറോൾ. താങ്ക് യു. പടം എന്ന് പറഞ്ഞാൽ 5 കള്ളക്കൊക്കെ കിടിലം പടം എന്ന് പറഞ്ഞാൽ ഇതാണ് കിടിലം പടം. അതായത് മേക്കിംഗ് കൊണ്ടും എന്തുകൊണ്ടും BGM ആയാലും എന്തുകൊണ്ടും മികച്ചു നിൽക്കണ പടം. അതായത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്നത് അങ്കമാലിക്കാരൻ ചെമ്പൻ വിനോദിൻ്റെ അനിയൻ ഉല്ലാദാരനാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ടായി. കാരണം പടം എങ്ങനെയാവും ഇതൊക്കെ ഉണ്ടാവും. പടം കിടിലം പടമാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കാണുന്ന പടമാണ് ഈ 5 കള്ളക്കൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എല്ലാ സംഭവവും ഈ പടത്തിനുണ്ട്. BGM ഒക്കെ ഇല്ല, അമ്മാതിരി BGM ഒരു രക്ഷയില്ല. എടുത്തു പറയേണ്ടത് BGM തന്നെ മെയിനായിട്ടും. പിന്നെ ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടില്ല. അതായത് ലുക്മാനായാലും ചെമ്പൻ വിനോദ്, മണികണ്ഠൻ, അതുപോലെ തന്നെ സെന്തിൽ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ആക്ടിങ് ചെയ്താണ്. എന്തായാലും കൊള്ളാം. മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിപ്പോൾ OTTയിൽ ഇറങ്ങി നിങ്ങൾ കാണാൻ നിന്നാൽ നിങ്ങൾക്കൊരു കുറ്റബോധം ഉണ്ടാവും. കാരണം തിയേറ്റർ വാച്ച് മിസ്സാക്കിയതിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോ കണ്ടോ, മുതലാവണ പടമാണ്. ഞാൻ ഇതിൽ റോള് ചെയ്തിട്ടുണ്ട്. അമ്മ വേഷമാണ് ചെയ്തത്, പൊറോട്ടുകാരിയായിട്ട്. അപ്പോൾ എല്ലാവരും കാണണം, നല്ല ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. കൊഞ്ഞപ്പോലെ ആള് പറഞ്ഞ പോലെ ചെയ്യാത്രേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ അഭിപ്രായം. ഞാൻ എന്തിനു പറയാ, എല്ലാവരും സിനിമ കാണാൻ വന്നു, തിയേറ്ററിൽ വന്നു. അതാണ് അത് ക്യാരക്ടർ, ഇത് ലൈവ്. അതാണ് വ്യത്യാസം. അവിടെയാണല്ലോ നടനെ കാണുന്നത്.